ഗൃഹാങ്കണ സദസ്സ് നടത്തി. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന പുസ്തകം ചർച്ച ചെയ്തു. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിത ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഗൃഹാങ്കണ വായനാ സദസ്സ് സംഘടിപ്പിച്ചത്. കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ടി പത്മനാഭന്റെ കഥകൾക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിഷയ സ്വീകരണത്തിലായാലും എഴുതുന്ന ശൈലിയുടെ കാര്യത്തിലായാലും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലായാലും ഒന്നും തന്റെ മുൻഗാമികളായ എഴുത്തുകാരോട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത വേറിട്ട ഒരു വഴിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. വിഷയത്തിന്റെ കാര്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ ബഷീർ കഥയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ച നർമ്മം അല്ലെങ്കിൽ പരിഹാസം, തകഴി ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകള്, വിഷയങ്ങളൊക്കെ, കാരൂരിന്റെ ഒക്കെ കുടുംബ ബന്ധങ്ങളുടെ ശൈലിയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങൾ ഒന്നുമേ ആയിരുന്നില്ല. ആനവളഞ്ഞയത്ത് അബ്ദുൾ ലത്തീഫിന്റെ വസതിയിലായിരുന്നു പരിപാടി. വനിതാവേദി ഭരണസമിതി അംഗം ജലീല നിയാസ് പുസ്തകാവതരണം നടത്തി. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന പുസ്തകമാണ് ചർച്ച ചെയ്തത്. ഗ്രന്ഥശാല ഭരണസമിതി അംഗം ഐ ബഷീർ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. വിഷ്ണു സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പ്രൊഫസർ എസ് അജയൻ, കോവൂർ കേരള ലൈബ്രറി പ്രസിഡന്റ് കെ ബി വേണുഗോപാൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഗ്രന്ഥശാല അംഗം അബ്ദുൾ ലത്തീഫ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.